പൃഥ്വിരാജ്, മഞ്ജു വാര്യർ എന്നിവർ ഒന്നിക്കുന്ന ചിത്രം പ്രഖ്യാപിച്ചു. ഒടിയൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. എന്നാൽ പോസ്റ്റർ പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്കും തുടക്കമായി. ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ഒടിയനെ ഓർത്തെടുക്കുകയാണ് ഈ ഒരു സമയത്ത് പലരും. എന്തായാലും വിവരങ്ങളുമായി സോന ജോസഫാണ് ചേരുന്നത്. സോന, ഇതിൽ രാഹുൽ സദാശിവൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഇതുവരെ ചെയ്ത സിനിമ ഭ്രമയുഗം, ഭൂതകാലം, ഡയസിറ എല്ലാം ഹൊറർ മൂവീസാണ്. പക്ഷേ വലിയ തരത്തിൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ സിനിമകളാണ്. അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ അത്രമാത്രം വലിയതായിരുന്നു. എന്നാൽ ഒടിയൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് മോഹൻലാൽ ചിത്രം ഒടിയനാണ്. ആ സിനിമ വലിയ ഹൈപ്പിൽ വന്നു, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു മേന്മ ഉണ്ടായിരുന്നില്ല. പരാജയത്തിലേക്കൊക്കെ നീങ്ങി ഒരുപാട് ട്രോളുകൾക്കൊക്കെ വഴിവെച്ച ഒരു സിനിമ കൂടിയാണ് ഒടിയൻ എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഒടിയൻ എത്തുമ്പോൾ അതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലും മഞ്ജു വാര്യർ തന്നെയാണ് പ്രധാന നടിയായി എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ആളുകൾ കൂട്ടിക്കലർത്തി പല ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും വലിയ പ്രതീക്ഷയുമുണ്ട്. പ്രത്യേകിച്ചും കരൺ ജോഹറുമായി പൃഥ്വിരാജ് കൈകോർക്കുക കൂടിയാണ്. അപ്പോൾ പുതിയ ഒടിയന്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളൊക്കെ ഇപ്പോൾ ഏതു രീതിയിലാണ് സോന? സ്വാതി, വലിയ ഹൈപ്പോടെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലാകെ വലിയ ഹൈപ്പാണ്. അതിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ നിർമ്മിക്കുന്നു. അതും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും കൂടെ ചേർന്ന് ഒരുമിച്ചൊരു സിനിമ നിർമ്മിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇതിലെ സംവിധായകൻ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു ക്വാളിറ്റിയാണ്. കാരണം മലയാളത്തിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന വെള്ള സാരി ഉടുത്ത ഒരു പ്രയത്നം, അല്ലെങ്കിൽ ചുണ്ണാമുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചിരുന്ന ഒരു പ്രയത്തിൽ നിന്നും മാറി ഒരു ചെറിയ സൗണ്ടോടെ അല്ലെങ്കിൽ ഒരു ഷോട്ടോട് കൂടെ മലയാളികളെ പേടിപ്പിക്കാം എന്നുള്ളത്. മലയാളികളെ മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മൾ കണ്ടതാണ് ഭ്രമയുഗമൊക്കെ. ആഗോളതലത്തിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് വീണ്ടും പോകുകയാണ് രാഹുൽ സദാശിവൻ, പ്രത്യേകിച്ചും ഇവരുടെ ഒരു നിർമ്മാണത്തോടെ. അതുപോലെ തന്നെ പൃഥ്വിരാജും മഞ്ജു വാര്യരും വീണ്ടും ഒന്നിക്കുന്നു. അതുപോലെ തന്നെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒടിയൻ, മോഹൻലാലിന്റെ ഒടിയൻ എന്ന ആ പേര് വീണ്ടും, അതേ പേരിലുള്ള ഒരു സിനിമ വീണ്ടും എത്തുമ്പോൾ ഓൾറെഡി എന്തായാലും പുതിയ ഒടിയനിൽ വലിയ പ്രതീക്ഷയുണ്ട് നമുക്ക് എല്ലാവർക്കും. പുതിയ ഒടിയൻ രാഹുൽ സദാശിവന്റെ നേതൃത്വത്തിൽ വരുന്ന സിനിമ വലിയ വിജയമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്.